Hello everyone, welcome back to yet another episode of UGC NET Paper 1 preparation of the first unit, that is the teaching aptitude. This is Ammu Sanil from University of Kerala, Department of Political Science, and I got NET twice, last 2019 December as well as 2020 October. So I'm continuing those free lecture series on teaching aptitude. So we have discussed the various aspects of the objectives and other features, and then we practiced 25 questions on teaching aptitude. Today we will be discussing on a very small topic, that is a micro topic, but it's very important as far as the paper is concerned. You can expect some question from this part also in the main examination. So the topic for the day is heuristic method of teaching. So what is heuristic method of teaching? Heuristic, ആ ടേമിൻ്റെ അർത്ഥം എന്താണ്? പ്രോബ്ലം സോൾവിങ് ഓർ സെൽഫ് ഡിസ്കവറി എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊപ്പോണൻറ്റ് ആയിട്ടുള്ളത് ആംസ്ട്രോങ്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് നോട്ട് ഡൗൺ ചെയ്യുക. Heuristic means problem solving അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറി. ആംസ്ട്രോങ് വാസ് ദ പ്രൊപ്പോണൻറ്റ്. അതുപോലെ തന്നെ പോളിയൻ ആൻഡ് ഡാങ്കർ ഇൻ 1945 ഇതിനെ പ്രോബ്ലം സോൾവിങ് എന്ന് ആദ്യമായിട്ട് വിളിച്ചത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രയൽ ആൻഡ് എറർ തിയറി. അതായത് ചെയ്ത് പഠിക്കുക. നമ്മൾ അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് ട്രയൽ ആൻഡ് എറർ തിയറിയും കൂടെ, അങ്ങനെയും ഇതിനെ വിളിക്കാറുണ്ട്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതായത് ഇപ്പോൾ നമ്മളൊരു പുതിയ ടീച്ചറാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ഇത്. അതുപോലെ തന്നെയാണ് കുട്ടികളെ കൊണ്ട് അവരെ സ്വയം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ലൈക്ക് നെഹ്റു റോട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നമ്മൾ സ്വയം ഒരു സെൽഫ് ഡിസ്കവറി നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രയൽ ആൻഡ് എറർ തിയറി. ലോജിക്കൽ ആൻഡ് ഇമാജിനേറ്റീവ് തിങ്കിങ് ആർ പ്രീ റെക്യൂസിറ്റ്സ് for this type of teaching. It's prerequisites. Okay, അപ്പോൾ അതായത് ലോജിക്കൽ അതുപോലെ തന്നെ ഇമാജിനേറ്റീവ് തിങ്കിങ് ആണ് ഇതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ. ലോജിക്കലായിരിക്കണം, അതുപോലെ ഇമാജിനേഷനും വേണം. ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക്കൽ ആൻഡ് സ്പീഡി സ്ട്രാറ്റജി. നമുക്ക് പെട്ടെന്ന് ചെയ്യാനും അതുപോലെ ഇത്തിരി കോസ്റ്റ് എഫക്റ്റീവുമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇനി നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഹ്യൂറിസ്റ്റിക് ടെക്നിക് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഏൻഷ്യൻ ഗ്രീക്ക് ടേം. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിൻ പറയുകയാണ്, ഏൻഷ്യൻ ഗ്രീക്ക് ടേമായ വിച്ച് മീൻസ് ഈസ് ടു ഫൈൻഡ് ഓർ ഡിസ്കവർ. അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് ടേമിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക്. ആ വേർഡ് മീനിങ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് ഓർ ടു ഡിസ്കവർ. ഓഫൺ കോൾഡ് സിംപ്ലി എ ഹ്യൂറിസ്റ്റിക് ഈസ് എനി അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് ഓർ സെൽഫ് ഡിസ്കവറി ദാറ്റ് employs a practical method not guaranteed to be optimal, perfect or rational, but instead sufficient for reaching an immediate goal. അപ്പോൾ പ്രാക്ടിക്കൽ മെത്തേഡാണ് ഒരു ഇമ്മീഡിയറ്റ് ഗോളിൽ എത്തുക. അപ്പോൾ അത് ഏൻഷ്യൻ ഗ്രീക്ക് ടേം ടു ഫൈൻഡ് ഓർ ഡിസ്കവർ, അതിൽ നിന്നാണ് വരുന്നത്. പ്രോബ്ലം സോൾവിങ്, സെൽഫ് ഡിസ്കവറി. പിന്നെ എംപ്ലോയീസ് എ പ്രാക്ടിക്കൽ മെത്തേഡ്. അത് ഫുള്ളി ഒപ്റ്റിമൽ ഒന്നുമല്ല, പക്ഷേ ഇറ്റ് ഇസ് സഫിഷ്യൻറ്റ് ടു റീച്ച് ടു ആൻ ഇമ്മീഡിയറ്റ് ഗോൾ, അതിലെത്തുക. Where finding an optimal solution is impossible or impractical, heuristic methods can be used to speed up the process. എപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ, എക്കണോമിക്കലാണ്, അതുപോലെ സ്പീഡപ്പ് ചെയ്യാൻ, പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാനും ഇറ്റ് വിൽ ഹെൽപ്പ്. നെക്സ്റ്റ് ഈസ് ഹ്യൂറിസ്റ്റിക്സ് ക്യാൻ ബി മെൻ്റൽ ഷോർട്ട് കട്ട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ മെൻ്റൽ ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ കൊഗ്നിറ്റീവ് ലോഡ് ഓഫ് മേക്കിംഗ് എ ഡിസിഷൻ. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ വി ആർ ലെസണിങ് ദെയർ ബേർഡൻ. ആ ഒരു കൊഗ്നിറ്റീവ് ലോഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻറ്റ് ബേർഡൻ അത് കുറയ്ക്കുന്നുണ്ട്. ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനിലോട്ട് എത്തുന്നതാണ്, കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് പ്രോസസ്സ്. എക്കണോമിക്കലാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് എംപ്ലോയ് ഹ്യൂറിസ്റ്റിക്സ് ഇൻക്ലൂഡ് യൂസിങ് എ റൂൾ ഓഫ് തമ്പ്, ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ്, ആൻ ഇൻറ്റ്യൂട്ടീവ് ജഡ്ജ്മെൻറ്റ്, എ ഗെസ് എസ്റ്റിമേറ്റ്, പ്രൊഫൈലിംഗ് ഓർ കോമൺ സെൻസ്. നമ്മൾ അങ്ങനെയുള്ള എന്ത് മെത്തേഡും ഉപയോഗിക്കാം. ഹ്യൂറിസ്റ്റിക്സ് ഇതൊക്കെ ടെക്നിക്സാണ്. റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ഉപയോഗിക്കാം. ഒരു നമുക്ക് ഗെസ് ചെയ്യാമല്ലോ, അത് എഡ്യൂക്കേറ്റഡ് ഗെസ് ആയിരിക്കണം. അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റണം.
അത് നമ്മുടെ ഉള്ള നോളജ് വെച്ചിട്ട് നമുക്കത് പറ്റണം. പിന്നെ ഒരു ജഡ്ജ്മെൻറ്റിലെത്തുക, എസ്റ്റിമേറ്റ്, പ്രൊഫൈലിംഗ്, കോമൺ സെൻസ് ഒക്കെ. കോമൺ സെൻസ് ഇസ് സംതിങ് വിച്ച് എനി വോണ്ട് ഗെറ്റ്, അങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇസ് അബൌട്ട് മെൻ്റൽ ഷോർട്ട് കട്ട്സ്, കുറച്ചുകൂടെ ലൈറ്റൻ ചെയ്യാം ആ ഒരു കോഗ്നേറ്റീവ് ലോഡ്. നെക്സ്റ്റ് ഇസ് heuristics are the strategies derived from previous experiences with similar problems. അപ്പം ഇത് എങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജികളാണ് അല്ലെങ്കിൽ ടെക്നിക്കുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊഫൈലിംഗ്, കോമൺ സെൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഗെസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അന്ന് ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു റിസൾട്ട്, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു അപ്ലൈ അഗെയിൻ or it's not to apply again. അങ്ങനെ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. These strategies rely on using readily accessible though loosely applicable information to control problem solving in human beings. അതിന് ഉപയോഗിക്കാം മെഷീൻസ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ഇഷ്യൂസ്. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിലും ആപ്ലിക്കബിൾ ആണെന്ന് തോന്നാത്ത കാര്യങ്ങൾ, ലൂസ്ലി ആപ്ലിക്കബിൾ. ഇനി ഇൻഫർമേഷൻ ടു കൺട്രോൾ പ്രോബ്ലം സോൾവിങ് ഇൻ ഹ്യൂമൻ ബീങ്സ്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യുക. മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അബ്സ്ട്രാക്റ്റ്, നമുക്ക് കാണാൻ ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉപയോഗിക്കാം. ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഹ്യൂറിസ്റ്റിക് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, which can be used in everything from matching nuts and bolts to find the values of variables in ഓൾജിബ്ര പ്രോബ്ലംസ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ മാത്സ് ഒക്കെയാണ് ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അതിനെ ഭയങ്കര നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ അവർക്ക് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അതൊക്കെ ഏത് മെത്തേഡിലൂടെയാണ്? ഒരു ഹ്യൂറിസ്റ്റിക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എവറിത്തിങ് ഫ്രം മാച്ചിങ് നട്ട്സ് ആൻഡ് ബോൾട്സ്, വെരി ഈസി ടാസ്ക് ടു കോംപ്ലിക്കേറ്റഡ് വൺസ്. So that is heuristic method of teaching. Next is, what is the meaning of heuristic method of teaching? Heuristic method ന്റെ meaning എന്താണ്? A problem is placed before the learners and they are asked to find the solution of the problem through various literacy means. അതെങ്ങനെയായിരിക്കും? ലൈക്ക് ലൈബ്രറി, ലബോറട്ടറി, വർക്ക്ഷോപ്സ്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ലേണേഴ്സിന് മുന്നിൽ വയ്ക്കുന്നു ആൻഡ് ദേ ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വേരിയസ് മീൻസ് അവർക്ക് കൊടുക്കും. ലൈബ്രറി അവർക്ക് യൂസ് ചെയ്യാം, ലാബ് യൂസ് ചെയ്യാം, ദെൻ വർക്ക്ഷോപ്പൊക്കെ ഉപയോഗിക്കാം. എനിത്തിങ് യു വോണ്ട്, ബട്ട് വി നീഡ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് റോൾ എന്താണ്? ഈസ് ടു ഇനിഷ്യേറ്റ് ദ ലേണിംഗ് ആൻഡ് പീപ്പിൾസ് ആർ ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ദ ടോപ്പിക് അല്ലെങ്കിൽ ദിസ് ഈസ് ദ പ്രോബ്ലം ആൻഡ് യു നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. അങ്ങനെ ഒരു റോള് മാത്രമേ ആർക്കുള്ളൂ, ടീച്ചറിനുള്ളൂ. അപ്പം കുട്ടികളാണ് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് കൂടുതൽ ഇൻട്രാക്റ്റീവും ആക്റ്റീവുമാക്കി മാറ്റുന്നത് ബൈ യൂസിങ് ദെയർ ക്രിയേറ്റീവ് തിങ്കിങ്. അവരുടെ തിങ്കിങ്, നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ രണ്ട് കാര്യങ്ങൾ എന്താണ്? ലോജിക്കലായിരിക്കണം, ഇമാജിനേഷൻ വേണം. ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവും, ഇമാജിനേറ്റീവ് പവർ is also very important. They try to find out the relevant solutions based on some logic. ആ ഒരു സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് വഴി. ദേ ലേൺ ബൈ സെൽഫ് എക്സ്പീരിയൻസ്. സോ ദാറ്റ് ഈസ് എ സെൽഫ് ഡിസ്കവറി പ്രാക്ടിക്കൽ മെത്തേഡ്. ഓക്കെ, സോ സെൽഫ് എക്സ്പീരിയൻസ് വഴി ദേ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. Coming to the next slide, we can see that this teaching strategy is focused on എന്തിലൊക്കെയാണ്? നമ്മൾ നേരത്തെ തന്നെ മീനിങ് പറഞ്ഞു. ടു ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു സ്റ്റഡി, ഒരു സെൽഫ് സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡുള്ള സ്റ്റഡി. ടു ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് എ പ്രോബ്ലം, കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ദെൻ ടു ഡെവലപ്പ് പവർ ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മൾ എപ്പോഴും വേറൊരാൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാളും സ്വയം ഏതൊക്കെയാണ് വീക്ക് പോയിൻറ്റ്സ് എന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സ്വയം പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റ്. ടു ഡെവലപ്പ് പവർ ഓഫ് സെൽഫ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ടു ടീച്ച് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ അറ്റ് വൺ ടൈം. അതായത് എല്ലാം വന്ന് നമ്മൾ സ്പൂൺ ഫീഡൊക്കെ ചെയ്യുന്ന പറയില്ലേ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല, ഒട്ടുമല്ല. മറിച്ച് ഏറ്റവും കുറച്ച് ചിലപ്പം ഒന്നും പഠിപ്പിക്കാതെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ്
ടു ടീച്ച് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ, ലൈക്ക് എ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് ടീച്ചറിൻ്റെ റോൾ ഇതിൽ. ടീച്ച് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ അറ്റ് വൺ ടൈം, ദെൻ ടു എൻകറേജ് ലേണർ ടു ലേൺ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ കുട്ടിയെ കൊണ്ട് തന്നെ to learn as much as possible. These are the two basic principles of heuristic method of teaching. Next is the advantages of or the merits of heuristic method of teaching. It helps in achieving cognitive, affective and psychomotor objectives. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഡൊമൈനൊക്കെ ഉണ്ട്, കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ. അപ്പോൾ ആ ഒരു രീതിയിൽ 3 ഇത് അഫക്റ്റ് ചെയ്യും. ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡാണ് ഹ്യൂറിസ്റ്റിക് ടീച്ചിങ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻ്റലിജൻസ് ആയാലും ഇമോഷൻസ് ആയാലും ഫിസിക്കൽ എബിലിറ്റീസ് ആയാലും സ്കിൽസ് ആയാലും വട്ട് എവർ ഇറ്റ് ഇസ്, നമ്മൾ നേരത്തെ ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ഇമോഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പം എല്ലാ തരത്തിലും ഒരു വികസനം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആർ പുട്ട് ഇൻ ടു ദ സിറ്റുവേഷൻ ടു ലേൺ ബൈ സെൽഫ് എക്സ്പീരിയൻസ്. ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു ലോജിക്കൽ, റാഷണലിസം ഒക്കെ വരും. അപ്പോൾ അതൊരു സെൽഫ് എക്സ്പീരിയൻസ് ആവും. ഇറ്റ് സെർട്ടൻലി ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, സെൽഫ് റിലയൻസ് ഉണ്ടാവും. അത് കുട്ടികൾ തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദീസ് തിങ്സ് വിൽ കം ഇൻ ടു ദം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ ദി ലേണേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഓവറോൾ ഡെവലപ്മെൻറ്റ്, ദെൻ സെൽഫ് എക്സ്പീരിയൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ് ആൻഡ് scientific attitude as well as creativity. അടുത്ത അതിനോടൊപ്പം തന്നെ ടീച്ചർ എൻകറേജസ് ദ ലേണേഴ്സ് ടു എക്സ്പ്ലോർ ദ എൻവയോൺമെൻറ്റ് ഇൻ സെർച്ച് ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലംസ്. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ അതിനും ഹെൽപ്പ് ചെയ്യും ടീച്ചർ. ബൈ ഡൂയിങ് സോ സം ന്യൂ നോളജ് ഈസ് ഡിസ്കവേർഡ് ബൈ ദം. ഇറ്റ്സ് മോസ്റ്റ്ലി ഡൺ ബൈ ദ റിസർച്ചേഴ്സ്, ബട്ട് ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഏർലിയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരു പുതിയ നോളജ് അവർ ഡിസ്കവർ അവർ സ്വയം ചെയ്യും. ടീച്ചർ ഈസ് ഓൾവേസ് റെഡി ടു പ്രൊവൈഡ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് റിഗാർഡിംഗ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. ദിസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ ടേക്സ് പ്ലേസ് ഇൻ എ കോപ്പറേറ്റീവ് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അതാണ് ഇവിടെ ടീച്ചറിൻ്റെ റോൾ. എന്താണ് ടീച്ചറിൻ്റെ റോൾ? അപ്പോൾ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്നത് ടു എക്സ്പ്ലോർ ദ എൻവയോൺമെൻറ്റ്, എന്നിട്ട് അവർ സ്വയം ഒരു പുതിയ ഒരു നോളജ് അവർക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുവഴി ഇറ്റ്സ് ഓൾവേസ് ടു പ്രൊവൈഡ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് ആണ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ അവർ ഇൻട്രാക്ട്, ഒരു കോപ്പറേറ്റീവ് കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റിൽ ദർ വിൽ ബി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണർ. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? എല്ലാ കാര്യത്തിനും ഒരു ഡിസഡ്വാൻറ്റേജ്, ഡിമെറിറ്റ് കാണും. അപ്പോൾ ഫസ്റ്റ് ഇസ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അറ്റ് പ്രൈമറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു റിഫ്ലക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റേജാണ്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി മീൻസ് ഒരു KG കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളെ നമുക്ക് ഇങ്ങനെയൊന്നും പഠിപ്പിക്കും, കാരണം ദേ ഡോണ്ട് നോ എനിത്തിങ്, അവർക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അറ്റ് പ്രൈമറി ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. So that is one demerit. Then higher intelligence and divergent thinking is required in the learners. അപ്പോൾ ഇവിടെ ഇത് ഹ്യൂറിസ്റ്റിക് ടീച്ചിങ് മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ they need higher intelligence and divergent thinking. Convergent thinking അല്ല, divergent. പല ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ they need to think. ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു മൈൻഡ് മാപ്പിംഗ്, ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ വേണ്ടി വരും. But there are some students who are below average and fail to succeed in discovering the solutions of the problems. It frustrates them. അവർക്കൊക്കെ എന്താണ്, ടീച്ചർ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം, അത് ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് നോക്കിയിരുന്ന് അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ആൻഡ് ബിലോ ആവറേജ് കുട്ടികളുണ്ട്, ദേ നീഡ് മോർ അറ്റൻഷൻ ആൻഡ് ദേ ഫെയിൽ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദം. In true sense, none of the teachers have patience for providing individual guidance to the learners, and learners too feel hesitation to approach the teacher for seeking his help or her help. അപ്പോൾ അതാണ് ഒരു ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു ഇൻഡിവിജ്വൽ ഗൈഡൻസ് ആവശ്യം വരും ലേണേഴ്സിന്. എപ്പോൾ വേണമെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നാം, കാരണം ദേ ആർ ഡൂയിങ് ബൈ ദംസെൽവ്സ്. പക്ഷെ അതിന് ടീച്ചർ റെഡി ആവണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് റെഡി ഫോർ ദിസ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് ഒക്കെ. അപ്പോൾ അത് അവർക്ക് എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്നതായിട്ട് അവർക്ക് ചിലപ്പോൾ തോന്നാം. അപ്പോൾ പിന്നെ അതുപോലെ കുട്ടികളും അപ്രോച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഓഫ് ദ ഹ്യൂറിസ്റ്റിക് ടീച്ചിങ് മെത്തേഡ്.
ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് സജഷൻസ് ആണ്. ഇത് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. സജഷൻസ് എന്തൊക്കെ ചെയ്യാം നമുക്ക്? ദർ ക്യാൻ ബി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം ആണല്ലോ. സോ ഇറ്റ് ഈസ് എ ടീച്ചേഴ്സ് ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഗൈഡൻസ് ടു ദ ലേണേഴ്സ് ടു സെലക്ട് ദ മോസ്റ്റ് റെലവൻറ്റ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ അവർ ഒരുപാട് സൊല്യൂഷൻ ചിലപ്പോൾ കൊണ്ടുവരും. അപ്പോൾ അതിന് ഏറ്റവും റെലവൻ്റ് എന്ന് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് ടീച്ചറാണ്. A problem should be related to the course and curriculum, and definite time period should be allotted to the learners to finish their research work. അവർക്ക് പെട്ടെന്ന് വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോഴ്സ് ആൻഡ് കരിക്കുലം. ഓക്കെ, വി നീഡ് ടു ഫിനിഷ് ബൈ ദിസ് ടൈം, സോ ഡു ബൈ ദിസ് ടൈം. ആ ഒരു പീരീഡ് അവർക്ക് നേരത്തെ അലോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാത്രമേ ദേ വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ് ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. അത് കിട്ടുള്ളൂ. The students' abilities, capabilities, interest and choice of the subject should be taken into consideration in allotting the problems. അപ്പോൾ അതിൽ അവരുടെ ഇൻട്രസ്റ്റ് ആണ് പ്രയോറിറ്റി. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇത് കൊടുക്കുക, അത് അതോറിറ്റേറിയൻ ആയി മാറും. അതുകൊണ്ട് കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ്, കാപ്പബിലിറ്റി, ചോയ്സ് ഒക്കെ വെച്ചിട്ട് വേണം, ആപ്റ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് വേണം we need to select the topics and subject to them. There should be an eligibility criteria for providing the problems. അപ്പോൾ അതിൽ പല പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് കാണും. ആവറേജ്, ബിലോ ആവറേജ് ആൻഡ് എബോ ആവറേജ്, ഹൈ, എക്സലൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ കാണും. അപ്പോൾ അത് അവരുടെ ഒരു എബിലിറ്റി വെച്ചിട്ട്, ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് വേണം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് കൊടുക്കാനും ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. സോ I hope it's clear. That is heuristic method of teaching. Thank you.